ഹലോ എവ്രി വൺ, ഇത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സൂര്യനെല്ലി പോയൊരു കുട്ടി വ്ളോഗാണ്. നല്ല കിഡിലൻ മെമ്മറബിൾ ട്രിപ്പായിരുന്നു ഇത്. സോ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഓൾസോ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. അപ്പം നമ്മൾ മൂന്നാർ പോയിട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 5 മണി. ലെഫ്റ്റോ റൈറ്റോ എന്നറിയില്ല, ഒന്ന് നോക്കി നോക്ക് ഗൂഗിൾ മാപ്പില്. എന്തായാലും 3:30 ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തത് ഞങ്ങള് 5:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തുടക്കം തന്നെ നല്ല ഉഷാറാണ്. എടാ വന്ന വഴിയാണോ പോണ്ടേ? എന്തൊക്കെയാവുന്ന അറിയില്ല, ഫുൾ സീനാണ്. ഞങ്ങള് മസിനഗുഡി വഴി ഊട്ടി പോയിട്ട് വരാം. അപ്പൊ ഞങ്ങളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ മൈ ഗാഡ്, ഇത് കുറച്ച് സാഹസികം നിറഞ്ഞ യാത്രയാണ്. കാര്യം ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇപ്പോഴാണെന്ന് ഉറങ്ങിയത്. ബാക്കിൽ നമ്മുടെ ആദർശ് എൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചായക്കടയിൽ ചായയും അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടിയിൽ നിന്ന് ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിരുന്നു. ഇവരൊക്കെ എവിടേക്കോ കാണാൻ വേണ്ടി നിർത്തി, കണ്ടു, സ്ഥലങ്ങൾ കണ്ടു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു 10 മണിയാകുമ്പോഴത്തേനും സൂര്യനെല്ലി എത്തി. അങ്ങനെ എത്തിയ പാട് ഞങ്ങളെല്ലാവരും ഊക്കാൻ തുടങ്ങി. ഓരോരുത്തരെ കളിയാക്കി സംസാരിച്ചും ഫുൾ ഫണ്ണായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അത് ശരിയാണ്, അത് ഞാനാണോ? ഓക്കെ ഗായ്സ്, അപ്പൊ ഞാനിവിടെ സൂര്യനെല്ലി തന്നെ എത്തിയിരുന്നു. നമ്മുടെ സൂര്യനെല്ലി വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇവരേറ്റ് ഇവിടേക്ക് തന്നെ പിന്നെയും വന്നിട്ടുള്ളത്. എനിക്ക് നാളെ വർക്ക് ഉണ്ട്. സോ എനിക്ക് ഇന്ന് തന്നെ പോകണം. ഞാൻ ചെറിയൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോസ് എടുത്തത്. കുറേ നല്ല രസത്തിൽ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. വരുന്ന വഴിക്കൊക്കെ വണ്ടിയിലാണ് വന്നത്, കാറിലാണ് വന്നത്. അപ്പം ഞങ്ങൾ അവിടെ 2 മണിക്കൂർ ഉറങ്ങി. ഇന്നലെ രാത്രി ഫുള്ള് ഉറങ്ങിയിട്ടില്ല. ഇവന്മാർക്ക് ശ്രീരാഗിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നത് നല്ലൊരു കാര്യം. ഇവനും ഉറങ്ങിയില്ല. ഇവരിങ്ങനെയാണ് ഗൈസ്. ചാടി. ഓക്കെ, എന്തായാലും അപ്പൊ സൂര്യനെല്ലി വ്ളോഗ് നിങ്ങൾക്ക് താഴെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് അത് ഒന്നുകൂടെ കാണാം. ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനായിട്ടുള്ള ഒരു വൈബ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് അപ്പുറത്ത് ഫോൺ വിളിച്ചോണ്ടിരിക്കുകയാണ്. 19-ാം തീയതി സെമസ്റ്റർ എക്സാം ഉള്ള കുട്ടിയാണ്. ഇന്നിപ്പോ 18-ാം തീയതി 17-ാം തീയതി നാളെയാണ് അവൾ പോകുന്നത്. എനിക്ക് നാളെ വർക്ക് ഉണ്ട്. അപ്പോൾ കുറച്ചൊരു ബിസി ഷെഡ്യൂളിലാണ് ഞങ്ങൾ ഈ ട്രിപ്പ് ഉണ്ടായത്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ഞാനും ആദർശം, അതെ അതത്രേ ഉള്ളൂ. ഞാനും ആദർശം കൂടെ മണാലി പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദർശിന്റെ പറയാം, ഇത് പോയിണ്ടാവും. അപ്പൊ ഗൈസ്, ഇവനും എന്റെ അമ്മയും അച്ഛനും കൂടിയാണ് പോകുന്നത്. അപ്പൊ ഞാനും കൂടെ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. അല്ലേടാ, നിനക്ക് സന്തോഷമില്ലല്ലോ? സന്തോഷം കൂടി എനിക്ക് ആണല്ലേ. 2 വാക്ക് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഫോളോ, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കണ്ടന്റ് ആണ്, സപ്പോർട്ട് ചെയ്യുക. എന്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരെന്ന് വെച്ച് ഞാൻ പറയും, ദേ ആയിരിക്കുന്ന മനുഷ്യൻ. ഫിദ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും. ഇവിടെ വന്നപ്പോ ഇവിടെ വന്ന പോലെ ഉണ്ട്. കാരണം എന്റെ വ്ളോഗ് കണ്ടിട്ട് മീൻസ് സൂര്യനെല്ലി വന്നിട്ട് ഇവർക്ക് മുന്നേ പരിചയമുള്ള പോലെ അത്രയും എന്റെ വ്ളോഗ് ഇവർക്ക് ഇഷ്ടമായി. ആൻഡ് ശ്രീരാഗ് എങ്ങനെയാന്ന് വെച്ചാൽ അവന്റെ വീട്ടിലെ വലിയ ടിവിയില് വ്ളോഗ് ഇരുന്ന് കാണും, ആസ്വദിച്ചിരുന്നു. ഇവര് ഞങ്ങളായിട്ട് കുറെ നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വയസ്സായാലും ട്രാവൽ ചെയ്യുന്ന പറഞ്ഞപ്പോ ശ്രീരാഗ് പറയാ, അപ്പൊ മക്കളെ ഇറക്കി വിടുന്നു. ഞാനപ്പോ വിചാരിച്ചു ഭയങ്കര ഇവിടെ ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ നടക്കുന്നത്. പേരറിയോ? അറിയില്ല. വീഴുവോ? അത് നിനക്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവും. ഇരുന്നാ മതിയോ? ഇരുന്നാ മതി. നിന്റെ ബോഡി വീഡിയോ എടുക്കണ്ടേ? അവൻ വീഡിയോ എടുത്തോളൂടാ. എടാ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എടാ വീഴുമ്പോ നീ എന്നെ പിടിച്ചാ മതി. വീണാൽ ഇത്ര പല്ല്
ക്യാൻസൽ ആയിക്കോളും. എടാ ശ്രീ ഞാൻ വീണ എന്നെ പിടിക്കണേ. മഞ്ചാടി ഈ സൈഡിലേക്ക് വീണാ മതി വീഴച്ച. അയ്യോ നല്ല പേടിയുണ്ട്. കാല് ഇതാക്കല്ലോ. വിടല്ലേടാ പ്ലീസ്. ഇടയ്ക്ക് ബാലൻസ് ഇല്ല. താഴേക്ക് നോക്കില്ല, ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് നോക്കി ഒരു കാല് ബാലൻസ് ചെയ്യും, ബോഡി ബാലൻസ് ചെയ്യും. എടാ ഇതാ കാട്ടു നോക്ക. ഒരാളെ വെയിച്ചൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനത. സ്ത്രീ പിടിക്കാനായിട്ടാ വിശ്വാസാണ്. മെല്ലെ ഇട. വിടല്ലേ ആദ്യം നോക്കാം, ആദ്യം നോക്കാം. പ്ലീസ് വിടല്ലേ ശ്രീ. ശ്രീ വിടല്ലേ. ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാ എന്താ? കാല് നേരെ നേരെ വീട് കഴിഞ്ഞാ ചിരിക്കുക. നേരെ നോക്ക്, നേരെ നോക്ക്. ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാ എന്താ ശ്രീരാഗ? കോൺസെൻട്രേറ്റ്. കടലിലോടാത്ത ഷിപ്പ്. മോനെ നോക്കട്ടെ. പടച്ചോക്കുന്നു. ആദ്യം എടാ പ്ലീസ് ശ്രീ. ശ്രീരാഗ എടാ എടാ കരയുന്നു. എനിക്ക് പേടിയാണ്. ഇറങ്ങി ഞാൻ നടക്കട്ടെ. നീ പോരാട്ടോ. നീക്ക് ടാലന്റ്. തന്റെ അങ്ങനെ പറയുന്നത് ഇതിനെ കൂടെ ഒരു കഴിവില്ല. തമാശയില്ലത്. നേരെ 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 നോക്ക്. വിളിക്കണ്ട് ഒരു പോയിന്റിലേക്ക് നോക്ക്. ഓക്കെ കണ്ണെടുക്കുക. എന്നാലും ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ചില്ല. കയ്യൊന്നും ഇട്ടേക്ക്. മാങ്കുയിലെ അത്ര വേണോ? അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷെ അതുപോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നല്ല. ബട്ട് ഞാൻ ചെയ്തു. എനിക്ക് വ്ളോഗിന് കണ്ടന്റ് വേണ്ടേ? എങ്ങാനും വീട് വ്ളോഗറാണോ? ഇവള് യൂട്യൂബർ. യെസ് യെസ് യെസ്. കുഴപ്പമില്ല. അവ നിങ്ങളെ അല്ല, നിങ്ങളാരവരെ ചോദിക്കരുത്. ഓ റോക്കി ശ്രീരാഗിനെ ചിരിപ്പിക്കുന്ന. അപ്പൊ ഞങ്ങളിപ്പോ ഒരു കുറച്ചു നേരം ഉറങ്ങി. ഞാൻ 2 മണിക്കൂർ പിന്നെ ഉറങ്ങി. അതിനുശേഷം ഞങ്ങൾ ട്രക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ അടുത്തൊരു കുരിശുമല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കുഞ്ഞു മലയുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഈവനിങ് ആയപ്പോൾ ഒന്ന് സൺസെറ്റ് അവിടെ നിന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് അവിടെ നിന്ന് നല്ലൊരു കിടിലൻ സൺസെറ്റ് കിട്ടിയിരുന്നു. സോ ഇപ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. ബാക്കിൽ ഫിദയും ശ്രീരാഗും വരുന്നുണ്ട്. സോ ദാറ്റ്സ് ദ. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? പറയാം, ആലോചിച്ചോട്ടെ. ട്രക്ക് ചെയ്ത് അവിടെ എത്തി. അവിടെ നിന്ന് കുറേ ഡാൻസ് കളിച്ചു. നല്ലൊരു കിഡിലെ മെമ്മറബിൾ സൺസെറ്റ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും അടിപൊളി ട്രിപ്പിലൊന്നാണിത്. ബിക്കോസ് എല്ലാവരും ഭയങ്കര ഷോകടിച്ച് നിൽക്കുമ്പോൾ എടുത്തൊരു തീരുമാനമായിരുന്നു പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോവാൻ. ഞാൻ തിരിച്ചു പോവാണ് ഗൈസ്. ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി വന്നതാണ്. കാര്യം ബിക്കോസ് ഐ ഹാവ് വർക്ക് ടുമോറോ. സോ അപ്പം ഇവരൊക്കെ ജോബുള്ളവർ തന്നെയാണ്. പക്ഷെ ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഇവര് വെക്കേഷന് വേണ്ടി വന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ലോ. ഞാൻ ഇതിന് മുന്നേ ഇത് ബുക്ക് എടുത്ത് പോയി. ആൻഡ് ഗായ്സ് ലൈറ്റ് ഓഫ് ചെയ്തു. ഇത് ആനയൊക്കെയുള്ള വഴിയിലൂടെയാണ് പോകുന്നത്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒന്നും പറ്റില്ല എന്നാണ് എന്റെ പ്രാർത്ഥന. ഇത് ശരിക്കും എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഞങ്ങള് യാത്രയിൽ പരിചയപ്പെട്ട ഗോപിയുടെ അനിയനാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങളെ ടീമില് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഓക്കെ, നമുക്ക് ഇനിയും ട്രിപ്പ് പോകണം. ഓക്കെ, ഫണ്ടാക്കണം. അപ്പൊ കൊറേ കാര്യങ്ങൾ ഇവന്റെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഗോപികനെ കാണുമ്പോ ഇനി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളങ്ങനെ ആനയൊക്കെ പ്രതീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടി വ്ളോഗായിരിക്കും ഇത്. മറക്കാതിരിക്കാൻ വേണ്ടി വെറുതെ എടുക്കുന്ന വ്ളോഗ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാട്ട് എവർ യു വാണ്ട് കമന്റ് ബിലോ. ഓക്കെ അല്ലേ? കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. ആനേനെ കാണണേ കാണിക്കാം.
അപ്പൊ അങ്ങോട്ട് പോയി ചന്ദ്രേട്ട അങ്ങോട്ട് ये रातें ये मौसम नदी